ഇപ്പോൾ വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പരിപൂർണമായിട്ട് ഇടപെട്ട് അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. മന്ത്രിമാരടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 49 കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. GVHSS സ്കൂള് പൂർണ്ണമായി തന്നെ തകരാറിലായിട്ടുണ്ട്, വെള്ളാർമലയിലുള്ള. അതുപോലെ തന്നെ GLPSS മുണ്ടക്കൈ അതും ഭാഗികമായി തകരാറിലായിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ 9 മണി കാണുന്നുണ്ട്. കണ്ട ശേഷം ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാമെന്നാണ് കരുതുന്നത്. അതെ, നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയാണ്. നമുക്ക് അതിൻ്റെ ഒരു കൃത്യം ഒരു ക്ലാരിറ്റിയോട് പറയാം. ഇനി നമുക്കിത് അവിടെ തിരച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉണ്ട്. അതിലിപ്പോൾ GVHSS വെള്ളാർമല പുനർനിർമ്മാണം നടത്തണം. മറ്റ് GNPS മുണ്ടക്കൈ, CMHSS അരപ്പറ്റ, GHSS മേപ്പാടി, SKMJHSS കൽപ്പറ്റ, സെൻറ്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ മേപ്പാടി, ഇത്തരം സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തെങ്ങനെ വേണം എന്ന് സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടെ കണ്ട ശേഷം നമുക്ക് അതിനെ സംബന്ധിച്ചോളം ആലോചിക്കാൻ കഴിയുന്നതാണ്. പാഠവസ്തു നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് പൂർണ്ണമായിട്ടും. അതുപോലെ TC നഷ്ടപ്പെട്ടവരുണ്ട്. SLCയുടെയും ഹയർ സെക്കൻഡറിയുടെയും സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയായിട്ട് കണ്ട് ആലോചിച്ച ശേഷം തീരുമാനിക്കാം. വേണ്ടിവരും, തീർച്ചയായിട്ടും വേണ്ടിവരും. ഞാനത് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിതല ഉപസമിതിയായിട്ടും ആകെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് അതിനെ സംബന്ധിച്ചുള്ളൊരു കാര്യം പറയുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എന്തൊക്കെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച ശേഷം പറയാം, അതല്ലേ നല്ലത്. കാരണം ഞാനവിടെ സ്പോട്ടിൽ പോയിട്ടില്ല. അവിടെ മന്ത്രിതല കമ്മിറ്റി ഉണ്ട്, ഉപസമിതിയുണ്ട്. മുഖ്യമന്ത്രി 2 ദിവസമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർക്കൊക്കെയാണല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നേരിട്ട് അറിയാവുന്നത്. അപ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ട് നമുക്ക് സാധ്യമായ മുഴുവൻ കാര്യങ്ങളും അവിടെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റൊന്ന്, ഈ ഗുണമേന്മ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി എന്ന് പറയുന്നത്. 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ 1ാം ഭാഗം ഒരു വർഷം മുമ്പേ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. അതിൽ 1ാം ഭാഗത്തിൽ അധ്യാപകരുടെയും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും തുടങ്ങിയവരുടെയൊക്കെ തന്നെ കാര്യങ്ങളാണ് ആ കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. 2ാം ഭാഗത്തിൽ ഗുണമേന്മ വിദ്യാഭ്യാസം എങ്ങനെയാവാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ക്യാബിനറ്റിൽ അംഗീകാരം നൽകി.